എത്രമാത്രം നിങ്ങൾക്ക് ഉൾപ്പെടാൻ കഴിയുന്നത് എനിക്കറിയില്ല. കാരണം BJP എന്ന് പറയുന്ന പാർട്ടി അതിൽ നിന്ന് തുലവും വ്യത്യസ്തമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോ പല ആളുകളും ചോദിച്ചത് BJP കേന്ദ്രത്തിൽ എല്ലാ അധികാര സൗഭാഗ്യങ്ങളിലേക്കും രാജ്യത്തെ അധികാര സൗഭാഗ്യങ്ങളിലേക്കും BJP രാജ്യത്ത് സംസ്ഥാനങ്ങൾ അധികാരത്തിലിരിക്കുന്നത് വലിയ സാമ്പത്തിക ശക്തിയുള്ള രാജ്യത്തെ നിർമ്മിക്കുന്ന വലിയ പാർട്ടി. ആ പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ 10 വർഷക്കാലം അധികമായി അധികാരമില്ലാത്ത കേരളത്തിൽ അധികാരമില്ലാത്ത കേന്ദ്രത്തിൽ അധികാരമില്ലാത്ത ഒരു പാർട്ടിയിലേക്ക് നിങ്ങൾ എന്തിനു പോയി എന്ന് ചോദിച്ചത്. ചില ആളുകൾ നിങ്ങൾക്ക് CPM പോകാമായിരുന്നില്ല. അത്തരത്തിൽ പല വാർത്തകളൊന്നും CPM പോയി ഉന്നതമായ പദവികൾ ലഭിക്കുമായി 1.5 വർഷക്കാലം നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ വാഴാമായ നാട്ടിൽ ചോദിച്ച ആളുകളുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൽപ്പിക്കുന്നത്, ഞാൻ മുന്നിൽ കൽപ്പിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനാണ്, വ്യക്തി സ്വാതന്ത്ര്യത്തിനാണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്ക് ഞാൻ വില കൽപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ ജനാധിപത്യ മൂല്യങ്ങൾക്ക്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്, ജനങ്ങൾക്ക് പറയാനുള്ള അവകാശത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നാണ് ഞാൻ അവിടെ എല്ലാവരും പറയുന്നത്. കോൺഗ്രസിന്റെ പ്രത്യേകത, നമുക്ക് എല്ലാവർക്കും മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഒരു വാർത്തയുടെ അച്ചടക്കം പാലിച്ചുകൊണ്ട് തന്നെ തുറന്നു പറയാനുള്ള അവകാശം, ജനാധിപത്യപരമായി ചർച്ച ചെയ്യാനുള്ള അവകാശം നൽകിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ DNA, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ DNA ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മുടെ രാജ്യമാണ് ഇന്ത്യ എന്നാണ്, അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. നമ്മുടെ രാജ്യത്തിന്റെ വലിയ സംഗമ ഭൂമിയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം. ഹിമാലയ പർവ്വതത്തോട് കന്യാകുമാരി വരെയുള്ള നമ്മുടെ ഭൂമിഭാഗങ്ങളിൽ എത്രയോ ജാതി മതങ്ങൾ, എത്രയോ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ, വിവിധ വസ്ത്രങ്ങൾ ധരിക്കുന്ന ആളുകൾ, അവരെല്ലാവരെയും ഒരു നൂല്, ഒരു ചരലിൽ പോലുള്ള മുത്തുകൾ പോലെ കോർച്ചെടുക്കുന്ന ഒരു മനോഹരമായ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ മനോഹരമായ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത്, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടി. CPM പോയാൽ കിട്ടാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 20 വർഷക്കാലം ജീവപര്യന്തം അനുഭവിച്ചു കഴിഞ്ഞാണ്. BJP എന്ന് പറയുന്നത് ജയിലാണ്, അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾ അഭിപ്രായങ്ങൾക്ക് വില കൊടുക്കാത്ത, ഏകപക്ഷീയമായ അഭിപ്രായങ്ങൾ അടിച്ചുവെക്കുന്ന, മുകളിൽ എന്താണോ പറയുന്നത് അത് അടിത്തട്ട് വരെ ഒരേ രീതിയിൽ നടപ്പാക്കാൻ ബാധ്യതയുള്ള ഒരു കൂട്ടം ആളുകളുടെ ഒരു ജയിലാണ് BJP. ആ ജയിലിൽ 11 വർഷക്കാലം കഴിഞ്ഞ ആളാണ്. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മറ്റൊരു ജയിലിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ മോചനം ആഗ്രഹിക്കുന്നത്. ഇന്ന് സുഹൃത്തു പറഞ്ഞു വളരെ സാരസമായിട്ട് നിങ്ങൾ എങ്ങനെ CPM പോയിട്ടില്ല, TVയിലേക്ക് പോയിട്ട് ബാലന്മാരായിട്ട് സത്യമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്തായാലും കോൺഗ്രസിൽ വന്നതിന്റെ എല്ലാ സന്തോഷവും അനുഭവിക്കുന്ന വ്യക്തിയാണ്. കേരളത്തിൽ എവിടെ പോയാലും, കേരളത്തിൽ പുറത്തു പോയാലും, രാജ്യത്തിന് പുറത്തു പോയാലും കോൺഗ്രസിനെ മാത്രമല്ല CPM ആളുകൾക്ക് വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ മാറ്റത്തെ സ്വീകരിച്ചിരിക്കുന്നത്. അവർ വരുന്നു, ചേർത്ത് വയ്ക്കുന്നു, ആശ്രയിക്കുന്നു എന്നുള്ളത് തന്നെ ഞാൻ എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്നതിനെ ആവർത്തിച്ച് ബോധ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് കാര്യം പല ആളുകളും എനിക്ക് പലപ്പോഴും തോന്നിയ കാര്യം, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആനയ്ക്കാണെന്ന് വ്യക്തമായിരുന്നു. പുറത്തുനിന്ന് ഞങ്ങൾക്ക് ആന നന്നായി മനസ്സിലായിരുന്നു. അതുകൊണ്ടാണല്ലോ 1 ദിവസം രാവിലെ ഉറങ്ങിക്ക് കഴിഞ്ഞാൽ രാവിലെ തന്നെ BJP പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഇന്നുണ്ടാക്കണം, രാഹുൽ ഗാന്ധിയുടെ ഇന്നെന്ന് പറയാം അല്ലേ. 10 വർഷം അധികാരമില്ലാത്ത പാർട്ടിയുടെ നേതാവിന്റെ ഈ 12ാം വർഷവും രാഹുൽ അപ്പൊ കോൺഗ്രസ് എന്താ മനസ്സിലാക്കുന്നത്? രാഹുൽ ഗാന്ധിയെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും BJP എത്രമാത്രം ഭയക്കുന്നു എന്നാണ് കോൺഗ്രസ് മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്ത് BJPക്ക് ഭയമുണ്ടെങ്കിൽ തങ്ങളുടെ ഏതെങ്കിലും ഒരു ദിവസം അധികാര സോപാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകേണ്ട അവസ്ഥ BJP
കോൺഗ്രസിന്റെ വിജയത്തിലൂടെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്കും സംശയമില്ല. നമ്മൾ കോൺഗ്രസിലാക്കുന്ന ആത്മവിശ്വാസമാണ്. നമ്മൾ തിരിച്ചു വരും, തിരികെ വരും. ഈ രാജ്യത്തിൽ കോൺഗ്രസിനെ തിരികെ വിളിക്കുകയാണ് മറ്റൊരു മാർഗമോ അവസ്ഥ. വേറെ ഈ കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ എവിടെയെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയം വേണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഫോട്ടോ വെച്ച് പ്രചാരണം നടത്താതെ ഒരു സ്ഥലത്തും ജയിക്കാൻ കഴിയാത്ത CPM എന്ന പാർട്ടിക്ക് BJP ഇന്ത്യയിൽ മറ്റേ പാർട്ടിക്ക് BJP ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് BJPയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് മറ്റൊരു പാർട്ടിക്ക് കഴിയില്ല. കാരണം ഈ രാജ്യത്തെ ഗ്രാമാന്തരങ്ങൾ കോൺഗ്രസിന് ആഫീസുകൾ നോക്കണ്ട, കോൺഗ്രസിന്റെ കൊടി അവിടെ ഉണ്ടോ നോക്കണ്ട. കോൺഗ്രസിന് പക്ഷേ ഒരു പ്രവർത്തകൻ പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ എനിക്കിവിടെ തെരഞ്ഞെടുപ്പിന്റെ EVM വെച്ച് കഴിഞ്ഞാൽ വോട്ട് പെട്ടിയിലാക്കി എണ്ണി കഴിഞ്ഞാൽ ഒരു ബൂത്തിൽ കോൺഗ്രസിന് ഒരു നേതാവ് പോലും ഇല്ലെങ്കിൽ പോലും ആ ബൂത്തിൽ നിന്നും കോൺഗ്രസിന് വോട്ടുകൾ ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം കോൺഗ്രസ് ജീവിക്കുന്നത് ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിലാണ്, ഹൃദയത്തിലാണ്. അത് വലിയ ആശയമാണ്. അതാണ് രാഹുൽ ഗാന്ധി എപ്പോഴും പറയാറുള്ളത്. ഇന്ത്യ എന്ന ആശയം, ആ ആശയം പൂർണ്ണമായി കോൺഗ്രസ് മറ്റാർക്കും കഴിയില്ല. അവരെല്ലാവരും കളിക്കുന്നത് ഡിവൈസിംഗ് പൊളിറ്റിക്സ് ആണ്, വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ്, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ്. രാജ്യത്തെ ഡൽഹിയിൽ അമിത്ഷായും നരേന്ദ്രമോദിയും വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് പഠിക്കുന്നത്. അതിന്റെ നേതൃത്വം കേരളത്തിൽ പിണറായി വിജയനും വിജയരാഘവനും മുൻപിൽ കളിക്കുന്നു. അമിത്ഷായും മോദിയും ആഗ്രഹിക്കുന്ന വിഭജനത്തിന്റെ രാഷ്ട്രീയം എന്താണോ അത് തന്നെ കേരളത്തിൽ നടപ്പാക്കി കൊടുക്കാൻ കേരളത്തിന്റെ വീണ്ടുമായി CPM ശ്രമിക്കുന്നതാണ് ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണല്ലേ. ഈ മൂവാറ്റുപുഴയും അതിൽ എറണാകുളം ജില്ലയും കോട്ടയം ജില്ലയും അടക്കം ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് നല്ല പ്രാതിനിധ്യമുള്ള പ്രദേശങ്ങളിൽ പോയി BJP-ക്കാർ നടന്ന വർഗീയ വിഭജനത്തിന് വേണ്ടിയുള്ള എല്ലാ കള്ളപ്രചരണങ്ങളും സാധുതകളും നടന്നതാണ്. അത് പിണറായി വിജയൻ സർക്കാരിന്റെ ഈ എറണാകുളത്ത് മുന്നമ്പത്തിൽ കുറെ ദിവസമായി നടക്കുന്ന ഒരു സമരവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കള്ളപ്രചരണമായി പലപ്പോഴും കോൺഗ്രസിന്റെ ആളുകൾ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ ഫാക്സിന്റെ ഫിഗേഴ്സ് വെച്ച് പ്രതിരോധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ BJP-യുമായി ആളായതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ക്രൈസ്തവ ഭവനങ്ങളിൽ പോയി BJP-ക്കാർ നടത്തുന്ന കള്ളപ്രചരണങ്ങൾ, ആ കള്ളപ്രചരണം തുറന്നു കാണിക്കാൻ കോൺഗ്രസുകാർക്ക് സാധിക്കും. എന്താണ് കള്ളപ്രചരണം? 2013 രാജ്യത്ത് UPA സെക്കൻഡ് UPA കൊണ്ടുവന്നിട്ടുള്ള ഭരണകാലത്ത് കൊണ്ടുവന്ന വളരെ കോൺഗ്രസ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് അല്ലെ. വളരെ സമയത്തിന്റെ ഈ കേരളത്തിലെ ഇന്ത്യ മഹാരാജ്യത്തിലെ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മുഴുവൻ സ്വത്തുക്കളും മുസ്ലിങ്ങൾ കെട്ടിവെക്കാൻ പോകുന്നു. ഇതല്ലേ നടത്തുന്ന പ്രചരണം, ഇതല്ലേ നടന്ന പ്രചരണം. എന്താ സത്യം പറയുന്നത്? 2013 വളരെ സമയത്തിനായിട്ട് ലോക്സഭയിൽ ചർച്ച ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം, ആ അമേരിക്കന്റെ ഏറ്റവും ശക്തമായി പിന്തുണച്ച പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടിയായിരുന്നു. അന്ന് BJP-യുടെ MP-ആയ സയ്യിദ് ഷഹനവാസ് ഹുസൈൻ ലോക്സഭയ്ക്കകത്ത് പ്രസംഗിക്കുകയാണ്. ദേശീയരാണ് തീർച്ചയായും വൈകിട്ടാണ് എന്നാലും ശക്തമായി കാണുന്നത്. ഇത് ഞാൻ എത്രയോ കാലമായി ആവശ്യപ്പെടുന്നതല്ലേ എന്നാണ് BJP 2013 ലോക്സഭയ്ക്കകത്തും രാജ്യസഭയ്ക്കകത്തും പറഞ്ഞത്. അത് മാത്രമല്ല, അപ്പൊ പറയുന്നത് അത് മോദി-കാലത്തല്ലോ, അത് അദ്വാനി-കാലത്തല്ലോ. എന്നാ മോദി-കാലത്തുണ്ടായിരുന്നു 2014 ഒന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോ BJP അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുള്ള പ്രകടനപത്രികയുണ്ട്. ആ 2014 പ്രകടനപത്രിക അഭിമാനത്തോട് ഡൗൺലോഡ് ചെയ്ത് പരിശോധിക്കണം. അത് കൃത്യമായി പറയുന്നു, വഖഫ് ബോർഡിനെ ശക്തിപ്പെടുത്തുന്നു, വഖഫ് ബോർഡ് രാഷ്ട്രീയ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കും. അത് മാത്രമല്ല, ഷഹബാസ് പറഞ്ഞത് ഡൽഹിയിലെ കേന്ദ്ര സർക്കാരിന്റെ ആഫീസുകളിൽ നിൽക്കുന്നത് വഖഫ് ഭൂമിയാണ്, അത് തിരിച്ചുപിടിക്കണം. 5 ലക്ഷം ഏക്കർ സ്ഥലം വഖഫ് ബോർഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തിരിച്ചുപിടിക്കണം എന്ന് പറഞ്ഞ പാർട്ടികളിലെ BJP. അത് മാത്രമല്ല, BJP ആ കാലത്ത് വഖഫ്
ആ കാലത്ത് വഖഫിന്റെ നമ്മുടെ ഈ മൗലാനമാരൊക്കെ മീറ്റിംഗ് വിളിച്ചിട്ട് ആ ബിജെപി 10 കൊല്ലം കഴിഞ്ഞ ഈ നിയമം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമമാണ്. നോക്കൂ, നിങ്ങൾ 2014 ഉണ്ടായിരുന്ന കാര്യങ്ങൾ ജനങ്ങൾ ഓർമ്മയിലാണ് കഴിഞ്ഞിട്ടാണ് ഈ നോട്ടത്. ഇപ്പൊ പറയുന്നത് മുനമ്പുറത്ത ക്രിസ്ത്യാനികളെ മുഴുവൻ കുടിയൊഴിപ്പിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട സാധികളുടെ നേതൃത്വത്തിൽ മുസ്ലിം സംഘടനകൾ മുഴുവൻ യോഗം ചേർന്നിട്ടാണ് ഒരൊറ്റയാളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് അല്ലെ? ഒരൊറ്റ വ്യക്തി സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ട സാഹചര്യം മുനമ്പത്തുണ്ടാകരുത് എന്ന് പറഞ്ഞയാളുടെ പേര് പാലക്കാട് സാധിക്കണമെന്നാണ്. ആ കണ്ണൂർ ആ സമുദായം മുഴുവൻ സംഘടന ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചു. കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നുണ്ടാകരുത്. അതിന് കൂടുതൽ ഉദാഹരണമായി എന്ത് നിലപാടാണ് ഈ പ്രശ്നം മുഴുവൻ പരിഹരിക്കുന്നതാണ്. 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയമാണ്. കർണാടകയിൽ ഇതുപോലെ പ്രശ്നമായിട്ട് കർണാടകയിൽ കോൺഗ്രസ് സർക്കാർ വകഭൂമണം പറഞ്ഞ് സ്വീകരിക്കണം. കേരളത്തിൽ സംസ്ഥാന ഗവൺമെന്റ് കൊണ്ട് പിണറായി വിജയൻ 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാവുന്ന വിഷയം. അപ്പോ ബിജെപി കേരളത്തിൽ വർഗീയതയുണ്ടാകാൻ ആരാ സഹായിക്കുന്നത്? CPM സഹായിക്കുന്നത്, പിണറായി സഹായിക്കുന്നത്. ഇതൊന്നും പറയട്ടെ. ഇവിടുത്തെ ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും പരസ്പരം ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി നിർത്തിയാൽ അതിന്റെ ഗുണം കിട്ടുന്നത് ബിജെപിക്കായിരിക്കുന്ന കാര്യത്തിൽ എന്താ പറയുന്നത്? ബിജെപിക്കാർക്ക് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പോകണം, പള്ളികളിൽ പോകണം, സഭാധ്യക്ഷന്മാരെ കാണാൻ പോകണം, ക്രിസ്മസ് കേൾക്കാൻ പോകണം. സൂര്യൻ പോകുന്നതിന് പിറ്റേ ദിവസം ഈശ്വരിക്ക് പോയിട്ട് കാര്യങ്ങൾ സ്കൂളിൽ പോയിട്ട് ആ സ്കൂൾ ടീച്ചർമാരെ അല്ലെ അവരെ ആക്രമിക്കാൻ പോയി. ബിജെപിയുടെ ഭാരവാഹികളായിരുന്ന പോയിട്ട് കഴിഞ്ഞ പാലക്കാട് ബിജെപിക്ക് വേണ്ടി ചുമതലയുണ്ടായ പ്രവർത്തിക്കാൻ ചുമതലയുണ്ടായ ആളുകൾ പോയി കലാസംഘടന സ്കൂളിലെ ടീച്ചർമാരെ അസഭ്യമായി എന്നിട്ട് ക്രിസ്ത്യൻസിനെയാണ് കേക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എനിക്ക് ബിജെപിയുടെ പഴയകാല സുഹൃത്തുക്കൾ പറയാനുള്ളത് കേരളത്തിലെ രാജ്യത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ മുഴുവൻ എല്ലാം പണ്ട് നടന്ന കാര്യങ്ങളൊക്കെ മറക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ മറക്കുന്ന, കുറച്ചു കാലത്ത് ഓർമ്മ മാത്രമുള്ള ആളുകളൊന്നുമല്ല. ഗാന്ധന്മാരാക്കുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്ത ഒരു കാര്യങ്ങളും ഈ ക്രൈസ്തവ സമൂഹം മറക്കാൻ പോകുക, നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് ബിജെപിക്കാരോട്. എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? ഒരു വശത്ത് ആളുകൾ ഈ കലോത്സവത്തിനകത്തിരിക്കുന്നു, കലോത്സവ വിദ്യാർത്ഥികൾക്കെതിരെ പ്രശ്നമുണ്ടാകുന്നു, ടീച്ചർമാർക്ക് പ്രശ്നമാകുന്നു,